റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസ് മൊത്തം എനിക്ക് കിട്ടിയേക്കുന്നത് ഞാൻ വിജയബാബു സ്കൂളിലായിരുന്നല്ലോ. ശ്രമമില്ലാന്ന് മാത്രമല്ല ഭയങ്കര സന്തോഷമാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് കൂടുതൽ സിനിമകൾ ചെയ്യുമ്പോൾ എത്രയാണെങ്കിലും എത്ര തല്ലിപ്പിരിഞ്ഞു പോയാലും അവരൊരിക്കലും നശിച്ചു പോണേന്ന് ഒരാളും ആഗ്രഹിക്കില്ലല്ലോ. അത് നന്നായി വരണേന്നല്ലേ ആഗ്രഹിക്കുള്ളൂ. പിള്ളേരെ നോക്കേണ്ടത് അങ്ങനെയല്ല. പിള്ളേർക്ക് ചോറ് കൊടുക്കണം, പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം, പിള്ളേരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അവിടെ വിടണം ഇത് വിടണം ഒക്കെ പറയും. ഞാൻ അതൊന്നും ബോധേടേ അല്ല. പിള്ളേർ കൂടുതലായിട്ട് കഴിക്കുന്ന കാണുമ്പോൾ പലർക്കും സന്തോഷം, പിള്ളേർ കഴിച്ചു നന്നായിട്ട് കഴിച്ചു, എനിക്കതിൽ സന്തോഷമല്ല. ശരിയല്ല എന്ന് തോന്നുന്നത് ശരിയല്ല എന്ന് നമ്മളത് പറയണം എന്നുള്ളത് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്നെ കണ്ട എൻ്റെ മക്കളും വളരുന്നത് എനിക്ക് സിനിമ പോകണമെങ്കിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ എന്നെ ആൾക്കാർ അംഗീകരിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടല്ല. ചിലപ്പോൾ പല കാര്യങ്ങൾ പറയുമ്പോഴും ചില കമ്മ്യൂണിറ്റി ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരാം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പ്രോഫിറ്റേ ഉള്ളൂ. എല്ലാവരും പൈസ കിട്ടുന്നവരല്ല, പൈസ കിട്ടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും കുറച്ച് പൈസയാണെങ്കിൽ കുറച്ച് പൈസയാണെങ്കിലും പൈസ കിട്ടിയവരാ. പോകുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു ട്രോമയായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പം അതാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണേലും നെഞ്ചും പിരിച്ചൊന്ന് ഫേസ് ചെയ്യുക, ഒരാളോട് ക്ഷമിച്ചു കൊടുക്കുക, ഒരാളെ നമ്മൾ വിട്ടുകൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക്. നമ്മൾ വേറൊരാളെ സഹായിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ. ശരിക്കും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ ആൻഡ് വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക് വിത്ത് സൗമ്യ. ഇന്ന് എന്നോടൊപ്പം പ്രൊഡ്യൂസർ, ആക്ടർ സാന്ദ്ര തോമസ്. ഹായ് സാന്ദ്ര. സാന്ദ്ര ഓൾവേസ് ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. ഇടയ്ക്കൊന്നും എന്താ പറയുക, ടൈം പാസിന് ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ടൈം പാസിന് പറഞ്ഞൂടാ, കാശ് ലാഭിക്കാൻ. ആണോ? ഒരു പ്രൊഡ്യൂസറിന്റെ കണ്ണോടുകൂടി തന്നെയാണോ എപ്പോഴും ഞാൻ ഈ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സേവ് ചെയ്യാം? അങ്ങനെയാണ് അഭിനയിച്ചേക്കുന്നതൊക്കെ. അതായത് വലുതായി കഴിഞ്ഞ് അഭിനയിച്ചേക്കുന്നതൊക്കെ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ അഭിനയിക്കണം എന്ന് പിന്നെ എനിക്ക് എൻ്റെ എല്ലാ പടത്തിലും അഭിനയിക്കാമല്ലോ. ഞാൻ ചെയ്യാതിരുന്നതിന്റെ കാരണം ഇപ്പൊ നമ്മുടെ പടത്തിൽ തന്നെ ചെറിയ ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ അതിനൊരു ആക്ടറിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരൽ പാടായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഡയറക്ടർ തന്നെ ചോദിക്കും ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുമ്പം ഒരു 10 വട്ടം ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. വേണോ വേണ്ടയോ എന്നാ എന്റെ ക്യാരക്ടറുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒറ്റ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ആമേനില് മാത്രമേ, ബാക്കിയെല്ലാം എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ക്യാരക്ടേഴ്സിനെ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം ഈ സക്രിയയുടെ ഗർഭിണികളിലൊക്കെ ഡയറക്ടർ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാര്യം ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഭാരവുമായി നടക്കുന്ന ഒരു സ്ത്രീയാണ് അതിനകത്ത് ആ ക്യാരക്ടർ. അപ്പം ഇപ്പം ഭർത്താവിനെ കൊല്ലലും വിഷം കൊടുത്ത് കൊല്ലും, ചിരിച്ചുകൊണ്ട് നിന്ന് വിഷം കൊടുത്ത് കൊല്ലുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ വിഷം കൊടുക്കണം, എന്നാ വിഷമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആളാണ്, മുഖത്തോയി പറഞ്ഞിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇത് കൊടുത്ത് പിടിച്ചു. അപ്പൊ അനീഷ് എന്റെ അടുത്ത് ഇങ്ങനെ പറയും, സാൻഡ്ര കെട്ടിപ്പിടിക്കൂ. ഓക്കെ കെട്ടിപ്പിടിച്ചു. സാൻഡ്ര നേരം നോക്കൂ, ഞാൻ നേരം നോക്കി. എന്നിട്ട് കണ്ണുനീര് പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് ഇനി ഒന്ന് തിരിഞ്ഞു നോക്കൂ. തിരിഞ്ഞു നോക്കി. അങ്ങനെയാണ് സക്രയുടെ ഗർഭിണികളൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷെ ആമേൻ, ആട് ഒക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമകൾ. ആട് പക്ഷെ ഭയങ്കര കാരിക്കേച്ചറിഷ് ആണ് എന്റെ ക്യാരക്ടർ. പക്ഷെ അങ്ങനെയല്ല ഞാൻ. എന്നാ പോലും അപ്പൊ ഞാൻ ഫസ്റ്റ് സാധനം എനിക്ക് ആടിലെടുക്കേണ്ടത് മറ്റേ ആ മൃഗാശുപത്രിയുടെ ഫ്രണ്ടിലുള്ള സീനായിരുന്നു. അപ്പം അത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഇച്ചിരി ഓവറായിട്ട് തോന്നി. അപ്പം ഞാൻ വന്നിട്ട് മിഥുൻ്റെ അടുത്ത് പറഞ്ഞു, മിഥുന് ഇത് ഇച്ചിരി ഓവറല്ലേ, ഇങ്ങനെ ചെയ്യണോ? എന്തായിരുന്നു ആ ഡയലോഗ്? എന്താ സി മിസ്റ്റർ പപ്പൻ എന്നൊക്കെ പറഞ്ഞല്ല, ഇങ്ങനെ ഇങ്ങനെ ആടിനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു വല്ലായ്മ. എല്ലാരും ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മിഥുൻ്റെ അടുത്ത് പറഞ്ഞു, മിഥുന ഇത് ഭയങ്കര ഓവറാ, വേണ്ട എന്ന് പറഞ്ഞു. അപ്പം മിഥുൻ പറഞ്ഞ്, ഇല്ല ആ ക്യാരക്ടർ അങ്ങനെയാണ്, കുറച്ച് കാരിക്കേച്ചറാന്ന് പറഞ്ഞു. ഓക്കെ ശരി. പക്ഷെ അത് ചെയ്തപ്പോഴൊന്നും എനിക്ക് അങ്ങനെ വലിയ ഭീകരമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ അതിനകത്ത് ആടെവിടെ പാപ്പാനെ ചോദിക്കുന്ന സാധനം ആ സ്പോട്ടിൽ ഇംപ്രൂവൈസ് ചെയ്തൊരു സാധന. അത് എന്നോട് ജയേട്ടൻ എന്നോട് പറയുന്നത്, എന്നോട് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു, ആടെവിടെ പാപ്പാനെയും ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അത് ചോദിച്ചത് ഭയങ്കര ഹിറ്റായി. അങ്ങനെ ചില സാധനങ്ങളൊക്കെ
വർക്കായി. യൂഷ്വലി നമ്മൾ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അഭിനയിച്ച് ഒന്ന് രണ്ട് ക്യാരക്ടറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിനേക്കാളും കുറേ കൂടെ എന്താ പറയുക ക്രിയേറ്റീവായിട്ട് ചെയ്യുകയും ചെയ്യാം, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം, ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. അതിലേക്ക് അങ്ങ് ടേക്കപ്പ് ചെയ്ത് പോവാറുണ്ട് പലരും. പക്ഷെ എനിക്ക് തോന്നുന്നു സാന്ദ്ര ഇപ്പോഴും ആ ഒരു രംഗത്തിലേക്ക് വരാൻ മടിക്കുന്ന ഒരാളാണ്. അതെന്തുകൊണ്ടാ? അതെനിക്ക് ഞാൻ ഒരുപാട് പോപ്പുലാരിറ്റി ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതിൻ്റെയും കൂടെ ആയിരിക്കാം. ഇപ്പം ആമേനും ഇതൊക്കെ ആടൊക്കെ ചെയ്ത സമയത്തേ എവിടെ ചെന്നാലും സെൽഫി, എവിടെ ചെന്നാലും നമ്മളൊരു ഒരു അങ്ങനെ അത്രയും എന്നാൽ എനിക്ക് ഇഷ്ടം ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമുക്കൊരു ഇമ്പോർട്ടൻസ് എവിടെ കിട്ടുന്ന അതിനപ്പുറത്തേക്കൊരു ഓവർ എക്സ്പോഷർ അതെനിക്ക് വേണ്ട. ഞാൻ കുറച്ചുകൂടെ ഫാമിലി ആയിട്ടും അതായത് എനിക്ക് ഓട്ടോയിൽ പോകണമെങ്കിൽ ഓട്ടോയിൽ പോകണം, ബസ്സിൽ പോകണം, ഇഷ്ടമുള്ള സ്ഥലത്ത് കയറി ഭക്ഷണം കഴിക്കണം, ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യവും വേണം, എന്നാ 4 പേര് അറിയുകയും വേണം. അതിൽ ഞാൻ ഇതിൽ ഹാപ്പിയാ. വർക്കിന്റെ ബേസിസിൽ അറിയപ്പെടണം, അതൊരു സന്തോഷം, ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു പവർ പൊസിഷനില്ല, അതിലെനിക്ക് ഞാൻ ഹാപ്പിയാ. പിന്നെ ഞാൻ എന്തിന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ചെയ്യുക, അതുപോലെ വന്നില്ലെങ്കിൽ ഒരു 10-100 പേര് നമ്മളെ നോക്കി ചിരിക്കുക, അല്ലെങ്കിൽ കുശുകുശ പറയുക, ആ സാധനത്തിനൊന്നും എനിക്കിങ്ങനെ നിന്ന് കൊടുക്കാനായിട്ട് അങ്ങോട്ട് ഒരു മടിയുണ്ട്. പവർ പൊസിഷൻ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ സെറ്റിലാവുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ പ്രിവിലേജ് വേറൊരു സെറ്റിൽ പോകുമ്പോൾ കിട്ടില്ല എന്നുള്ളത് ഒരു ഭയമാണോ? ഇല്ല, എനിക്ക് എല്ലായിടത്തും അത് കിട്ടും. പ്രൊഡ്യൂസർ ആണല്ലോ, ഓൾറെഡി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഇപ്പൊ എന്റെ സെറ്റ് കിട്ടുന്ന അതേ പ്രിവിലേജ് എനിക്ക് എല്ലായിടത്തും കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ശരിക്കുള്ള ഒരു ആക്ടർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാര്യം ഞാൻ ഇപ്പൊ റീസെന്റ് ആണ് നമ്മുടെ പടത്തിൽ, ഈ പടത്തിൽ ഒരുപാട് സ്ത്രീകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നാണ് എനിക്ക് മനസ്സിലായി അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. ഇത്രയും നാൾ സത്യം പറഞ്ഞാൽ 10-13-14 വർഷം ഇൻഡസ്ട്രിയിൽ ഇത്രയും നാളായിട്ട് എല്ലാരും ഈ പ്രശ്നങ്ങളൊക്കെ പലയിടത്തും പറയുന്നുണ്ടെങ്കിലും റിയലി അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്ന് ഇപ്പോഴാണ് പലരും അവരുടെ ഇത് ഷെയർ ചെയ്യുമ്പം ഓക്കെ ഇപ്പൊ എനിക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ആലോചിക്കാൻ പറ്റുന്നത്. ഞാൻ ഇമ്മീഡിയറ്റ്ലി തിങ്ക് ചെയ്യുക, ഇവർക്കൊരു ഇഷ്യൂ വന്നു, ഇവർക്കൊരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മിസ്ബിഹേവ് ചെയ്തു, എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്തില്ല എന്നാ ഞാൻ ചിന്തിക്കുക. അന്നും ഇന്നും എല്ലാം അങ്ങനെയാ ചിന്തിക്കുക. ഇമ്മീഡിയറ്റ്ലി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. പക്ഷെ എന്റെ പൊസിഷൻ വ്യത്യാസമുണ്ട്. എനിക്ക് നിന്ന് റിയാക്ട് ചെയ്താലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാനാണ് ഇവിടെ സിനിമ ഉണ്ടാക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കിയാൽ മതി, ഇല്ലേ എനിക്ക് വേണ്ടാന്ന് വെക്കാം. പക്ഷെ അതല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക്, വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, അല്ലെ വേറൊരു സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത് പറ്റില്ല. അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ചിന്തിച്ചത് ഇപ്പോഴാ. അത് നേരത്തെ നേരത്തെ ഇവർക്കത് റിയാക്ട് ചെയ്തൂടെ, എന്തോ ചെയ്യാതിരുന്നിട്ട് പിന്നെ പറയുന്നത് എന്തിനാ, അല്ലെങ്കിൽ എന്തുകൊണ്ടാ റിയാക്ട് ചെയ്യുന്നില്ല. കാര്യം എല്ലാം ജോലിയെ ബേസ് ചെയ്ത് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ പലപ്പോഴും ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ എനിക്കും ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. എനിക്കത് മനസ്സിലായോ? നമ്മളെ കോർണർ ചെയ്യുക, നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക, അങ്ങനെ പലതും. അതെന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടിയാണെന്നുള്ളത് എനിക്കത് അന്ന് മനസ്സിലായില്ല. ഐസൊലേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മള് നിസ്സഹായരായി, മനസ്സിലായി? നമ്മൾ നിസ്സഹായരായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഉടനെ അഭയം ചോദിക്കുകയാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, അല്ലെ എനിക്ക് എന്താ അറിയില്ല, എന്നോട് ആരും മിണ്ടാത്ത എന്താന്ന് അറിയില്ല, എനിക്ക് എന്താ. ഒബ്വിയസ്ലി നമ്മളൊരാള് ഒരു സെറ്റിൽ ഒറ്റപ്പെട്ട് നിൽക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരാള് നമ്മളെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെന്താന്ന് അന്വേഷിക്കാൻ നമ്മൾ പോവില്ലേ? നമ്മളായിട്ട് അവരോട് ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ നമ്മളോട് ഇത് ചെയ്യുന്നേ? അപ്പൊ പയ്യെ അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുകയാണ്. അത് പേർപ്പസ്ലി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പുതിയ അറിവാണ്. നമ്മൾ നാച്ചുറലി നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ചില സമയത്ത് ഐസൊലേറ്റഡ് ആയി പോകും. എല്ലാവരും ജെല്ലിനാവില്ലല്ലോ. അപ്പോൾ ഇത് പേർപ്പസ്ലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബീങ് എ പ്രൊഡ്യൂസർ ഓൾസോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. പ്രൊഡ്യൂസർ ആയപ്പോഴല്ല, ആക്ടർ ആയിട്ട് ഇരുന്നപ്പോഴാണ്. അതും ഞാൻ പ്രൊഡ്യൂസർ ആണെന്ന് അറിയാത്ത ഒരാളാണ് എൻ്റെ അടുത്ത് അത് ചെയ്തത്. അന്ന് ഞാൻ അത്ര
എന്റെ ഫസ്റ്റ് സിനിമ ഇറങ്ങിയിട്ടില്ല, അങ്ങനെ അത്ര പോപ്പുലർ ആയിട്ടില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത്. ഇപ്പൊ ഈ സിനിമയിലേക്ക് എത്തിയത് ഇപ്പൊ സാൻഡ്ര എങ്ങനെയാണ് ഓരോ സിനിമകളും സെലക്ട് ചെയ്യുന്നത്? ഇപ്പൊ ലിറ്റിൽ ഹാർട്സ് എന്നുള്ള സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്നും കൂടെ ഒന്ന് പറയാമോ? ലിറ്റിൽ ഹാർട്സ് എൻ്റെ അടുത്ത് കൈലാസാ കൊണ്ടുവന്ന്, മ്യൂസിക് ഡയറക്ടർ കൈലാസ് ഇതിന്റെ ഡയറക്ടേഴ്സുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു കഥ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് ക്യാച്ചി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 പ്രോഗ്രസീവ് ലവ് സ്റ്റോറീസ്. അത് ചുമ്മാ ലവ് സ്റ്റോറീസ് അല്ല. അപ്പം ഇപ്പൊ ബാബുചേട്ടന്റെയും ഇതിന്റെയും ഈസി എളുപ്പത്തിൽ പറയാവുന്ന ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞൊരു സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഭർത്താവ് ഉപേക്ഷിച്ചല്ല, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പിന്നീട് കല്യാണം കഴിക്കാൻ പാടില്ല, വേറൊരു പുരുഷനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു സാമൂഹിക അതുണ്ട്. അതിന്ന് അത് എല്ലാ സ്ത്രീകൾക്കും അവരവരുടേതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഇതെല്ലാം ഉണ്ടെന്നും മാത്രമല്ല മക്കളെ നോക്കി ജീവിക്കുക എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഇതുണ്ടല്ലോ. അപ്പൊ മക്കൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ മക്കള് പോയി, മക്കളുടെ കാര്യം നോക്കി പോയി. 10 വർഷം കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന് ഇവര് പോയി. പിന്നെ ജീവിതകാലം മുഴുവൻ ഈ അമ്മ ഒറ്റയ്ക്ക. അപ്പൊ വേറൊരാളെ നോക്കാൻ പാടില്ല, വേറൊരാളെ സ്നേഹിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയായ കാര്യമല്ല. അപ്പൊ അത് കുറച്ചൊരു പ്രോഗ്രസീവായിട്ട് ഇന്നത്തെ കാലത്ത് അത് നോർമലാ. പക്ഷെ കുറച്ച് ഒരു 5 വർഷം മുമ്പ് വരെ ഇതിനെ ആൾക്കാര് ഇങ്ങനെ കണ്ടിരുന്നുള്ളൂ. ശരിയായ കാര്യമല്ലോ, ഭർത്താവ് മരിക്കാൻ കാത്തിരുന്നു അടുത്തത് കെട്ടാനെന്ന് പറയും ഉടനെ. അപ്പൊ അതിന്ന് അങ്ങനത്തെ ഒരു 3 പ്രോഗ്രസീവ് ആയിട്ടുള്ള 3 ലവ് കാലത്തിനനുസരിച്ചിട്ടുള്ള, അതായത് നമ്മൾ പറയണം, ഇത് നമ്മൾ പറയേണ്ടതാണ്, സൊസൈറ്റിയോട് പറയേണ്ടതാണെന്ന് തോന്നിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. അത് ഇപ്പൊ ഞാൻ പലപ്പോഴും ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ പിള്ളേരെ കുറിച്ച് പറയാനും ഞാൻ എങ്ങനെ പിള്ളേരെ നോക്കുന്നതെന്നൊക്കെ ഉള്ളത് പറയാനൊക്കെ ഇഷ്ടം. അതെന്താന്ന് വെച്ചാല് എനിക്കത് കൂടുതൽ ആൾക്കാര് എത്തിക്കാനുള്ള ഫോളോ ചെയ്യണം, അങ്ങനെ കാര്യം അത് എനിക്ക് നല്ല റിസൾട്ടാണ് അത് ഇത് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം, അത് പറയണം എന്ന് എനിക്കുണ്ട്. എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ട് ഇപ്പൊ വിവാദങ്ങളായിക്കോട്ടെ, നമ്മള് പൊതുവെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കും. അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പലരും അവിടെ ഒരു കേർട്ടൻ ഇട്ടങ്ങ് നിൽക്കുക ചെയ്യുന്നത്. അതേസമയത്ത് സാൻഡ്രയുടെ ആ വിഷയത്തെ പറ്റി ചോദിക്കുക അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിലും ഒരു പറയേണ്ട ഒരു സിറ്റുവേഷനിൽ വളരെ ഓപ്പൺ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ ഈ അടുത്ത് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ വിളിച്ചിട്ട് പറയും, ഇതിന് വല്ല ആവശ്യമുണ്ടോ, നീ ചെയ്യുന്ന എന്താ കച്ചവടമാണ്, അതിനകത്ത് ഇപ്പൊ നീ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു ആക്ടിവിസ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കയറി പ്രതികരിക്കാം, ചെയ്യാം. ഇത് നീ ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്ന ഒരാൾ പറയേണ്ടതല്ല, ചെയ്യേണ്ടതല്ല, ഇങ്ങനെ എല്ലാത്തിലും കയറി പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. പക്ഷേ അവിടെ ഞാൻ പ്രതികരിച്ചില്ലേ പിന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു ഇതില്ലാതായി പോവും. നമുക്ക് ചില കാര്യങ്ങള് ശരിയല്ല എന്ന് തോന്നുന്നത് ശരിയല്ല എന്ന് നമ്മളത് പറയണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്നെ കണ്ട എൻ്റെ മക്കളും വളരുന്നത് മാത്രമല്ല, ഒരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഇത് ഫ്യൂച്ചറാ. ഇവർ ഈ ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചറിനെയാ. അപ്പം ഈ ഫ്യൂച്ചർ ജനറേഷനെയാ. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും ഇതിൽ ഇൻഫ്ലുവൻസ്, അത് തെറ്റാണെന്ന് ഒരാൾ പറയാനുണ്ടാവണം, അല്ലെങ്കിൽ അത് ശരിയല്ല, അല്ലെങ്കിൽ ഇവർ ചെയ്തത് അത് ശരിയാണെന്ന് മറ്റുള്ളവർ അങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പൊ കൂടെ എല്ലാരും അതങ്ങ് വിശ്വസിക്കുക, അതാണ് ശരി എന്ന്. അപ്പൊ അതല്ല എന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? അതിന്റെ പേരിൽ എനിക്ക് സിനിമ പോണെങ്കിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ എന്നെ ആൾക്കാർ അംഗീകരിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടല്ല. ചിലപ്പോൾ പല കാര്യങ്ങൾ പറയുമ്പോഴും ചില കമ്മ്യൂണിറ്റി ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരാം. അതൊന്നും വിഷയമല്ല. നമുക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യം ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ശരിയല്ല, ഞാൻ പറയും. ഇപ്പൊ പല വിഷയങ്ങളും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡിസ്കസ് ചെയ്യപ്പെട്ടത് ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം റീസെന്റ് പറഞ്ഞതിന്. അതായത് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഉണ്ട് എന്ന് ആരും പറയാറില്ല. അപ്പം ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു മീഡിയയിൽ മാത്രമല്ല എന്നുള്ളൊരു വലിയ സത്യമുണ്ട്. സിനിമയെ മാത്രമല്ല ഇത് ബാധിച്ചിട്ടുള്ളത്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഹൗ ഡു യു ഡീൽ ഇറ്റ്? ഒരു സെറ്റിനകത്ത് ഒരു പ്രൊഫഷണലായി വന്നു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണലായിട്ടുള്ള എന്താ പറയാ ദുസ്വഭാവങ്ങൾ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ടോ സെറ്റിനകത്ത്? ഇപ്പം അതായത് ഞാൻ ഒരു 5 വർഷം മുമ്പുള്ള സിനിമയല്ല ഇപ്പോൾ ഉള്ള സിനിമ. എല്ലാരും മാറി. 5 വർഷം മുമ്പ് വരെ എല്ലാവർക്കും ഈ കള്ളുകുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ വന്നത്. അപ്പം എന്താ പറ്റുക, സിനിമയുടെ ഒരു സിസ്റ്റമേ മാറി. അപ്പം
സിനിമ പണ്ടൊക്കെ 7 മണിക്ക് ഫസ്റ്റ് ഷോട്ട് വെക്കും, 6 മണിക്ക് ഇറങ്ങണം, 6 മണിക്ക് ഇറങ്ങി നമ്മൾ സെറ്റിൽ വന്ന് സെറ്റായി 7 മണിക്ക് ഫസ്റ്റ് ഷോട്ട് വെക്കും. ഇന്ന് 10-11 മണി ആയാലും ഫസ്റ്റ് ഷോട്ട് ആവില്ല. അങ്ങനത്തെ കാര്യം രാത്രിയെല്ലാം എഴുന്നേറ്റിരിക്കുക. എനിക്ക് തോന്നുന്നു ഇത് അടിച്ചു കഴിഞ്ഞാൽ രാത്രിയെല്ലാം ഉറക്കമില്ല. അപ്പം രാത്രിയെല്ലാം എഴുന്നേറ്റിരിക്കുക. അപ്പം എഴുന്നേക്കാൻ വൈകുന്നു, ഷൂട്ട് തുടങ്ങാൻ വൈകുന്നു, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ ചിലതൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ സൗമ്യയോട് പറയുമ്പം ഇമ്മീഡിയറ്റ്ലി കേൾക്കുന്നുണ്ടല്ലോ, ഇവര് കേട്ട് വരുന്നത് 4 പേരുടെ അടുത്ത് ചെന്ന് പയ്യായിരിക്കും കേട്ട് വരുന്നത്. അതുവരെ നമ്മളിങ്ങനെ നിൽക്കണം. പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര സ്ലോയാ. അപ്പം അങ്ങനെയുള്ള അപ്പൊ ചിലപ്പോ നമ്മൾ ചോദിച്ചാലായിരിക്കില്ല കുറച്ച് കഴിഞ്ഞ് വരുന്ന ഉത്തരം. പിന്നെ ഇപ്പൊ ചോദിച്ചതിന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഉത്തരം വരുന്നത്. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ എല്ലാ സെറ്റിലും ഉണ്ട്. വളരെ കോമൺ ആണ്. പക്ഷെ അതിൻ്റെതായ ഞാൻ എന്നാ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ അങ്ങനത്തെ ഗ്രൂപ്പിൽ പോയി ഇരിക്കാത്തോണ്ടായിരിക്കാം, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പം എല്ലാരും പറയുന്ന കേൾക്കാം. അല്ല ഇപ്പൊ ആരുടെയും നമ്മളിപ്പോ എന്തെങ്കിലും വർത്താനം പറഞ്ഞു കഴിയുമ്പോ ഇവര് റിയാക്ട് ചെയ്യാതൊക്കെ നിൽക്കും. ചില സമയത്ത് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് നോക്കി, അതായത് കേട്ടിട്ടില്ല എന്തെങ്കിലും റിയാക്ട് ചെയ്യാതൊക്കെ നിൽക്കുന്ന കാണുമ്പോ ഇങ്ങനെ നിൽക്കുമ്പോ എന്നോട് എന്റെ കൺട്രോളറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടെങ്കിൽ പറയും കുറച്ച് കഴിഞ്ഞ് കേട്ടോളൂ. അങ്ങനെയൊക്കെ ഇപ്പൊ ഞാനും യൂസ്ഡ് ആയി. രീതി എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി തുടങ്ങി. ഇതല്ലാതെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് തോന്നിയ ഒരു പ്രൊഡ്യൂസർ ഏറ്റവും ഡീൽ ചെയ്യാൻ വിഷമമുള്ള ഒരു വിഷയം എന്തായിരിക്കും? ഒരു സെറ്റിനകത്ത് മൊത്തത്തിൽ കുറെ ആർട്ടിസ്റ്റുകളും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ വരുമ്പോ എന്താണ്? ഒന്ന് ഈഗോ, തമ്മിൽ ഉണ്ടാവുന്ന ഈഗോ. ഒരു ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഒരു ഈഗോ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡീൽ ചെയ്യാനായിട്ട്. കാര്യം 2 പവർ ഇതാണ്. അപ്പം അവര് തമ്മിലൊരു പ്രശ്നം, എനർജീസ് തമ്മില് അത് ഇച്ചിരി പാടാ ഡീൽ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ചൂസ് ചെയ്ത ഗ്യാങ് തെറ്റിപ്പോയാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. അതായത് ടെക്നീഷ്യൻസ് ആണെങ്കിലും ഇതാണെങ്കിലും. അപ്പം നമ്മൾ ചൂസ് ചെയ്ത ആൾക്കാർ തെറ്റിപ്പോകുമ്പം ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളൊരു, ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. നമ്മളിത് ആദ്യം മുതലേ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നോണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പാളാറുണ്ട്. അപ്പം ഈ പാളുന്ന സമയത്ത് ഉടനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, റീപ്ലേസ് ചെയ്ത് അത് കുഴപ്പമില്ലാതാക്കി എടുക്കും. സിനിമ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഗാംബ്ലിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ടീം സെലക്ട് ചെയ്യുന്നതും അതിന്റെ ആർട്ടിസ്റ്റുകളുടെ റിസൾട്ട് വരുന്നതും ഒക്കെ തമ്മിലൊരു, മാത്രമല്ല ചിലപ്പം ഒരു പ്രൊഡ്യൂസർ കാണുന്ന സിനിമ ആയിരിക്കില്ല ഒരു ഡയറക്ടർ കണ്ടേക്കുന്ന സിനിമ. മനസ്സിലായി? ഇപ്പൊ കഥ ഒന്നായിരിക്കാം. കഥ ഇപ്പം ഞാൻ ഇതിനെ കണ്ട രീതിയിലായിരിക്കില്ല ഡയറക്ടേഴ്സ് അതിനെ കണ്ടത്. ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതും ഒരാൾ വേറെ രീതിയിൽ കൺസീവ് വേറെ രീതിയിലുണ്ടാവും. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സിനിമയിൽ തന്നെ ഇപ്പൊ ഞാൻ അതിന്റെ പ്രോഗ്രസീവ് എലമെന്റ്സ് ആണ് ഞാൻ എന്നെ അതിനകത്തേക്ക് അട്രാക്ട് ചെയ്തത്. എന്നാൽ ഡയറക്ടേഴ്സിനും ആക്ടേഴ്സിനും ഒക്കെ അതിനകത്ത് ഫൺ എലമെന്റ് ആണ് അവർക്ക് അതിനകത്ത് ക്യാച്ചി ആയിട്ട് തോന്നിയത്. അപ്പൊ അങ്ങനെ രണ്ടും രണ്ടായിട്ടൊക്കെ നിൽക്കാറുണ്ട്. എൻഡ് ഓഫ് ദി ഡേ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എങ്ങനെ വരുന്നു, അത് പ്രേക്ഷകരിലേക്ക് എങ്ങനെ എത്തുന്നു. ഒരു സിനിമ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവരെല്ലാരെക്കാളും റിസ്ക്, ഒരു സിനിമയിൽ ഏറ്റവും റിസ്ക് ഉള്ള ബിസിനസ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ നഷ്ടം വരുന്നത് അവർക്ക് മാത്രമായിരിക്കാം, ഫിനാൻഷ്യൽ ലോസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പ്രോഫിറ്റേ ഉള്ളൂ. എല്ലാവരും പൈസ കിട്ടുന്നവരല്ല, പൈസ കിട്ടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും കുറച്ച് പൈസ ആണെങ്കിൽ കുറച്ച് പൈസ ആണെങ്കിലും പൈസ കിട്ടിയവരാ. പോകുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ഒരു റിസ്ക് എങ്ങനെ ഡീൽ ചെയ്യുന്നു? കാരണം എന്ന് വെച്ചാൽ എല്ലാ സിനിമകളും എപ്പോഴും കമേഴ്ഷ്യലി സക്സസ് ആയി കൊള്ളണം എന്നില്ല. ചില സിനിമ സക്സസ് ആവും, ചിലപ്പോൾ അത് ബ്രേക്ക് ഈവൻ ആയി വരാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും തിരിച്ചു കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ആ ഒരു എന്താ പറയാ സ്റ്റെബിലിറ്റി ഇല്ലായ്മ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അതിന്റെ ഒരു എന്താ പറയാ, ആ പ്രോസസ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ റിസൾട്ട് മാക്സിമം ഇതിനെ റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കും. എല്ലാ സിനിമയ്ക്കും മാക്സിമം റിസ്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നോക്കി, പിന്നെ ബ്രേക്ക് ഈവൻ ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും, അല്ലെ പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമുക്കിത് ബ്രേക്ക് ഈവൻ ആക്കാൻ പറ്റും എങ്ങനെയെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ ടെൻഷൻ ഇല്ല. എന്നാ പോലും ഈ മാനേജബിൾ റിസ്കേ എടുക്കാവുള്ളൂ.
അതിനപ്പുറത്തേക്ക് എടുക്കരുത്. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്ന് പറയുന്നത് പോലെ. കൊത്താവുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. മറ്റത് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ പിന്നെ കണ്ടിന്യൂസ് അടുത്ത പടങ്ങൾ ചെയ്യണം. ഇതൊന്നും ഏതിലേലും ഒന്നിൽ കയറി പിടിക്കും. അപ്പം അത് കിട്ടുന്നോടം വരെ നമ്മൾ ഈ കിടന്ന് പെടാപ്പാട് പെടണം. യൂഷ്വലി ഞാൻ കണ്ടിടത്തോളം ഒരു സിനിമ ആദ്യത്തെ ഇനീഷ്യലി 1-2 സിനിമയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക സെറ്റ് ബാക്ക് വന്നു കഴിയുമ്പോൾ ഈ മേഖല തന്നെ വിട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് സാൻഡ്രയുടെ ആ ഒരു പോളിസി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്കത് തിരിച്ച് ഗെയിൻ എടുക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം. ഈ ഒരു പ്രൊഡ്യൂസർ ആവുന്നതിന്റെ റിസ്കിനെ പറ്റിയിട്ട് അച്ഛന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഉപദേശമാണ് കിട്ടിയിട്ടുള്ളത്? അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണേലും നെഞ്ചും പിരിച്ചൊന്ന് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസ് മൊത്തം എനിക്ക് കിട്ടിയേക്കുന്നത് ഞാൻ വിജയബാബു സ്കൂളിലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ അവിടെ നിന്നാണ് ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെ ഡീൽ ചെയ്യണം, ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ സെല് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പഠിച്ചേക്കുന്നത്. പിന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പപ്പയുടെ കയ്യിൽ നിന്ന് എനിക്ക് തളരരുത്, ഒരു ഒരു എന്ത് സെറ്റ് ബാക്ക് വന്നാലും തളരരുത്, തിരിച്ചു വരിക എന്നുള്ളതാണ്. ഈ പലപ്പോഴും നമുക്കൊരു സെറ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാരും അങ്ങ് തളർന്നു പോകുമല്ലോ. ഇനി വേണ്ട, അല്ലെ ഇനി ചെയ്യണ്ട, അല്ലെ അങ്ങനെ. അപ്പം ഞാൻ ചെയ്യണ്ടെന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ കൈപിടിച്ച് ഉയർത്തിയെടുക്കും. ഇപ്പൊ ഞാൻ ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് എന്താ പറയാ ഡ്രീം ചൈൽഡ് തന്നെ ആയിരുന്നു. അതിലെ സിനിമകൾ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പൊ സാൻഡ്ര പ്രൊഡക്ഷൻസിൽ നിൽക്കുന്നു. ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളുടെ കൂടി എഫേർട്ടിലുണ്ടായ ഒരു സ്ഥാപനം കൂടിയാണല്ലോ. ആ ഒരു സമയത്തുള്ളൊരു ഇമോഷൻ എന്തായിരുന്നു? അത് എങ്ങനെയാണ് ആ സമയത്ത് അത് ഒരു ട്രോമയായിരുന്നു. ആ സമയത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പം അതാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഏറ്റവും നമുക്ക് ഹാപ്പിനെസ് തരുന്നത് എന്താണെന്നറിയോ? ഈ ഒരു ലെറ്റ് ഗോ എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഒരാളോട് ക്ഷമിച്ചു കൊടുക്കുക, ഒരാളെ നമ്മൾ വിട്ടുകൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക്. നമ്മൾ വേറൊരാളെ സഹായിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ. ശരിക്കും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതൊക്കെയാ. അല്ലാതെ നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നതോ ഫെയിം കിട്ടുന്നതോ ഒന്നുമല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഹാപ്പിനെസ് ശരിക്കും നമ്മൾ റിയൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സോൾഫുൾ ഹാപ്പിനെസ് എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു സാധനം വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്സ്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ശരിക്കുള്ള റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസ് വിട്ടുകൊടുത്ത് അത് 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 നശിച്ചു പോവല്ലോ ചെയ്തത്. അത് നമ്മുടെ മക്കള് എത്രയാണേലും എത്ര തല്ലിപ്പിരിഞ്ഞു പോയാലും അവരൊരിക്കലും നശിച്ചു പോണേന്ന് ഒരാളും ആഗ്രഹിക്കില്ലല്ലോ. അത് നന്നായി വരണേന്നല്ലേ ആഗ്രഹിക്കുള്ളൂ. അത് നന്നായി നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഞാനാണ്. എന്നോട് സത്യത്തിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഒരു പടമൊക്കെ വരുമ്പോ എനിക്ക് വിഷമം, എന്നോട് എന്റെ ഹസ്ബൻഡ് തന്നെ ചോദിക്കും, നിനക്ക് കാണുമ്പോൾ വിഷമമൊന്നും തോന്നത്തില്ല? എനിക്ക് സത്യത്തിൽ സന്തോഷം, എനിക്ക് ഒരു വിഷമവും ഇല്ല. വിഷമം ഇല്ല എന്ന് മാത്രമല്ല, ഭയങ്കര സന്തോഷാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് കൂടുതൽ സിനിമകൾ ചെയ്യുമ്പോ നല്ലതല്ലേ. എനിക്കത് ആ ബ്രാൻഡ് വലുതാവുന്ന കാണുമ്പോ സന്തോഷമാണ്. അതിന്റെ ഒരു ഇനീഷ്യൽ ഫേസിൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. ഇനീഷ്യൽ ഫേസിലല്ല, നല്ലൊരു ഫേസ് വരെയും സാന്ദ്ര കൂടെ തന്നെ ബ്രാൻഡ് ബിൽഡിങ്ങിൽ അതായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പം ആട് 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വരാൻ പോവാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എന്താണ് തോന്നുന്നത്? അതിന്റെ ഭാഗമാകണം അല്ലെങ്കിൽ? ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് വിജയനെ വിളിച്ചു പറഞ്ഞിരുന്നു, ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ ആഡ് 3 ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം, ഓക്കെ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും ഇല്ല. കഴിഞ്ഞു വിട്ടു, അത് കഴിഞ്ഞു. ഞാൻ അങ്ങനെ ഒരു സാധനത്തിനോടും ഒരുപാട് ഇമോഷണൽ കണക്ഷൻ വെക്കാറില്ല. ഈവൻ സാധനങ്ങളാണെങ്കിൽ പോലും, വീടാണ്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ സ്ഥലമാണ്, എൻ്റെ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഞാൻ സൂക്ഷിച്ചു വെക്കണ്ട, അങ്ങനത്തെ ഒരു സാധനം എനിക്കില്ല. അടിപൊളി. ഒന്നിനോടും ഓവർ അറ്റാച്ച്മെന്റ് എനിക്കില്ല. ഇന്ന് വിട്ടിട്ട് പോണോ, ഓക്കെ, ഐ എം റെഡി. ഇപ്പൊ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോണോ, ഓക്കെ, ഐ എം റെഡി. ഒരു കുഴപ്പമില്ല എനിക്ക്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ഒരു വൈബ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അത് നമ്മുടെ പാരന്റിങ്ങിലും അത് റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ കുട്ടികൾ നന്നായി വളർന്നു വരുന്നത് നമ്മളുടെ കൂടെ ഒരു എന്താ പറയാ അവരോടുള്ള ബിഹേവിയർ വെച്ചിട്ടാണ്. അപ്പൊ തങ്കക്കൊലുസുവിനെ കാണാനൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സാൻഡ്രേനേക്കാളും പോപ്പുലാരിറ്റി അവർക്കാണെന്ന് ചോദിച്ചാൽ ശരിക്കും അതാണ്. അപ്പം ഞാൻ
ചന്ദ്രൻ എന്നോട് ഒരുപാട് പ്രാവശ്യം നമ്മൾ കണക്ട് ചെയ്ത് വന്നപ്പോൾ പാരന്റിങ്ങിന്റെ കാര്യം പറഞ്ഞു, കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുകയും അതേപോലെ തന്നെ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണെന്ന് പറഞ്ഞു. തങ്കക്കൊലുസ് ജനിച്ചു കഴിഞ്ഞപ്പം ഉണ്ടായ ഒരു ഫീലിംഗ്, ഒരു മാറ്റം ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരും ലൈഫിൽ. അതിനെ എങ്ങനെ കാണുന്നു? ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്ത്, ഈ കുട്ടികൾ നമ്മളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ചില സെൽസ് നമ്മുടെ ബ്രെയിൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കാം എന്നില്. ഞാൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതെന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാറിയിട്ടുണ്ട്. ഞാൻ ഇവോൾവ് ആയിട്ടുണ്ട് ഒരുപാട്. അതായത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ 7 years സൈക്കിൾ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ എനിക്കൊന്ന് ഇപ്പൊ ഈ ലേറ്റ് 30s നിൽക്കുമ്പോ ഇതൊരു അവേക്കനിങ്ങിന്റെ സമയമാണ്. അപ്പം നമ്മൾ പല കാര്യങ്ങളും കണ്ടതെല്ലാം വെച്ച് ഇപ്പൊ ഇത്രയും നാള് നമ്മൾ ലൈഫിൽ കണ്ട പല കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ലൈഫ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. അപ്പൊ പിള്ളേരെ ഞാൻ ഒരിക്കലും പാരന്റ് ചെയ്യാനൊന്നും നോക്കിയിട്ടില്ല. അപ്പം പലരും, എന്റെ പപ്പയും മമ്മിയാണേലും എല്ലാരും എന്നോട് പറയും, പിള്ളേരെ നോക്കേണ്ടത് അങ്ങനെയല്ല, പിള്ളേർക്ക് ചോറ് കൊടുക്കണം, പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം, പിള്ളേരെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ വിടണം, ഇത് വിടണം ഒക്കെ പറയും. ഞാൻ അതൊന്നും ബോധേഡേ അല്ല. അതെന്ന് വെച്ചാൽ അവര് വളർന്നോട്ടെ, അവരെന്റെ കൂടെ തന്നെ ജീവിച്ചോട്ടെ, അവർക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അവരായിട്ട് വളരുക, അവരായിട്ട് ജീവിക്കുക. പിന്നെ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. വിശക്കുന്നെങ്കിൽ അവര് കഴിച്ചോട്ടെ, അല്ലാതെ അവർക്ക് അത് കൊടുക്കണം, പ്രോട്ടീൻ കൊടുക്കണം, ഇത് കൊടുക്കണം, വെജിറ്റബിൾ കൊടുക്കണം, നോ, അങ്ങനെയില്ല. പക്ഷെ അൺഹെൽത്തി ഫുഡ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിൽ ആകെ റെസ്ട്രിക്ഷൻ ഉള്ളത് ഒരേ കാര്യത്തിലേ ഉള്ളൂ. അതില് ഇപ്പൊ ഞാനും പപ്പയും ഒക്കെ ആയിട്ട് ഫുൾ അടിയാണ് കാര്യത്തില്. പക്ഷെ എന്നാ പോലും ഈ പാക്കറ്റ് ഫുഡ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സ്നാക്സ് ഒക്കെ, സ്നാക്സ് മാത്രമല്ല, ചോക്ലേറ്റ്സ്, എല്ലാ പാക്കറ്റിൽ വരുന്ന സാധനങ്ങളൊന്നും വീട്ടിൽ എന്തും ഉണ്ടാക്കി കൊടുത്തോ, എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്തോ, കപ്പ, ചേന, കിഴങ്ങ്, ചോറ്, ഇതെല്ലാം കൊടുത്തോ. പക്ഷെ അതുപോലെ തന്നെ ഓവർ ഈറ്റ് ചെയ്യാനും. കാര്യം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാള് വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ 5 ഇഡ്ഡലി കഴിച്ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നോ, 3 എണ്ണത്തിന്റെ മുകളിൽ കഴിക്കരുത്, അമ്മയെ പോലെ വെറുതെ ഓവർ ഈറ്റ് ചെയ്യണ്ട. അപ്പം പിള്ളേർ കൂടുതലായിട്ട് കഴിക്കുന്ന കാണുമ്പോൾ പലർക്കും സന്തോഷം, പിള്ളേർ കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. എനിക്കതിൽ സന്തോഷമല്ല. അവര് ഒരുപാട് ഓവർ ഈറ്റ് ചെയ്യണ്ട. മാത്രമല്ല, കഴിക്കുന്ന നല്ല ഫുഡ് കഴിച്ചാൽ മതി. ആവശ്യമില്ലാത്ത ഫുഡിന്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ അവരെ റെസ്ട്രിക്ട് ചെയ്യാറുള്ളൂ. പിന്നെ TV കാണുന്ന കാര്യത്തിൽ, TV, ഫോൺ, ഐപാഡ്, അങ്ങനത്തെ സാധനമൊക്കെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അവര് പുറത്തിറങ്ങി കളിച്ചോട്ടെ, പുറത്തിറങ്ങി എങ്ങനെയാണെങ്കിലും കഴിച്ചോട്ടെ. പിന്നെ ഈ പാരന്റിങ് എന്ന് പറയുന്ന സാധനമൊന്നും പിള്ളേരെ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം, എന്റെ ചിന്താഗതി അവരിലേക്ക് അടിച്ചേൽപ്പിക്കൊന്നുമില്ല. അവര് ചില കാര്യങ്ങൾ അവരെന്നോട് പറയും, അമ്മ ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല, നോ എന്ന്. ഓക്കെ, നോ. ചിലത് ഞാൻ പറ്റില്ല എന്ന് പറയും. അതിന്റെ കാരണം ഈ TV പോലുള്ള കാര്യങ്ങള്. അത് കാര്യം ഇപ്പൊ അവർക്ക് അതിനോട് കൂടുതൽ കാണണം, അങ്ങനെയൊക്കെ മറ്റുള്ള കുട്ടികൾ കാണുമ്പോൾ പിയർ പ്രഷർ ഉണ്ടാവുമല്ലോ. കൂടുതലുള്ള കുട്ടികളൊക്കെ ഫുൾ ടൈം മൊബൈൽ നോക്കിക്കൊണ്ട്, കൂടുതലുള്ള കുട്ടികൾ ഓക്കെ അത് കണ്ടു, മറ്റെന്താ റോമ ഡയന കണ്ടു, മറ്റത് കണ്ടു, ഇത് കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് എല്ലാത്തിനും ഒരു 1 hour മാത്രം ഇപ്പൊ കുറച്ച് റീസെന്റ് ആയിട്ടുള്ള 1 hour കാണാനുള്ള, കുറച്ചുകൂടെ വലിയ കുട്ടികളായപ്പോ. അതല്ലാതെ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ റെസ്ട്രിക്ട് ചെയ്യും. അതല്ലാതെ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ വേണമെന്ന് പറയാറുണ്ട് ഓരോന്ന് കാണുമ്പോഴൊക്കെ. അവർക്കറിയാം അഴുക്കാന്ന്, അൺഹെൽത്തി ഫുഡ് ആണെന്ന്. എല്ലാ സാധനവും, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അൺഹെൽത്തി ആണെന്നുള്ളത് അറിയാം. പക്ഷെ ആഗ്രഹമുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇപ്പൊ എന്റെ പപ്പയോടൊക്കെ പറഞ്ഞു, പപ്പ ഇടയ്ക്ക് കൊണ്ടുപോയി എന്താ ലോലിപോപ്പോ ഏതാണ്ടൊക്കെ സാധനമൊക്കെ മേടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അമ്മയോട് പറയരുതെന്ന് പറയും. എന്നിട്ട് ഞാൻ വിളിച്ച ആദ്യം പറയുന്ന എന്നോട് പറയുന്നറിയോ, അമ്മ ഞങ്ങള് വേണ്ടാന്ന് പറഞ്ഞിട്ടും ചാച്ചൻ ഞങ്ങൾക്ക് അത് വാങ്ങിച്ചു തന്നു അന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയും. ഇപ്പൊ നിങ്ങള് 2 പെൺകുട്ടികളായിരുന്നല്ലോ, അപ്പൊ സിസ്റ്ററും സൺറൈസ്, അതുപോലെയാണോ ഇവര് രണ്ടുപേരും? അതിനേക്കാൾ
ബോണ്ടിങ്. കാര്യം അവര് ട്വിൻസ് ആയതുകൊണ്ടായിരിക്കാം, ജനിച്ചപ്പം മുതൽ ഇവർ ഒരുമിച്ചല്ലേ, അതിന്റെയൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പൊ എന്നെ കണ്ടില്ലായിരുന്നു, ഇപ്പൊ എന്നെ കാണാതെ ഇപ്പൊ ഒരാഴ്ചയായി, ഒരു പ്രശ്നമില്ല അവർക്ക്. ആരെ കണ്ടില്ലല്ലോ. ഇപ്പം എന്റെ പപ്പയും മമ്മിയായിട്ട് ഭയങ്കര ക്ലോസാ. അപ്പം ഇവരങ്ങോട്ട് പോയി കഴിയുമ്പം അവര് അയ്യോ അവർക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അതില്ല. അവരവിടെ ചെല്ലുന്നിടം പിയോ, അവിടെ എവിടെ ചെല്ലുന്നോ അവരുമായിട്ട്. ആ സമയം അവരിൽ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത് ഇച്ചിരി കാര്യം ഭയങ്കര ബോണ്ടിങ് അല്ലേ. അടി ഉണ്ടാക്കാറുണ്ടോ സാധാരണ ട്വിൻസ് തമ്മിൽ? ഒരു സ്റ്റേജ് എത്തി അടിയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഇവർ രണ്ടുപേരും അടി ഉണ്ടാക്കിയെന്ന് വെച്ചു, അപ്പൊ നമ്മൾ ചെന്ന് ഒരാളെ വഴക്ക് പറയുകയാണെങ്കിൽ മറ്റേ ആള് നമ്മളെ വഴക്ക് പറയും. അവര് തമ്മിൽ ഓക്കെയാണ്. പക്ഷെ വേറൊരാള് വേദനിപ്പിക്കാനൊന്നും പാടില്ല മറ്റേ ആള്, അത്രേ ഉള്ളൂ.